നമ്മുടെ മുൻഗാമികൾ അവരെപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന. അല്ലാഹുവേ, ഞങ്ങളുടെ ഏറ്റവും വലിയ ഹമ്മ്, ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം, കൊതി അത് ദുനിയാവാക്കല്ലേ. ഞങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ അങ്ങേയറ്റം അതും ദുനിയാവാക്കല്ലേ എന്ന് നമ്മുടെ മുൻഗാമികൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ ദുനിയാവിൽ ആഖിറം നേടാനാണ് സലഫുകൾ ആഗ്രഹിച്ചത്. ആഖിറത്തിനു വേണ്ടിയാണ് അവരധിക സമയവും മാറ്റിവെച്ചത്. നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ടത്, നമ്മൾ എത്രത്തോളം സമയം ആഖിറത്തിനു മാറ്റിവെക്കുന്നുണ്ട്? നമ്മുടെ ഏറ്റവും വലിയ ഹമ്മെന്താണ്? ദുനിയാവാണോ ആഖിറമാണോ? താഴെയുള്ളവരിലേക്ക് നോക്കാനാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളിൽ മസ്ജിദുൻ നബവിയിൽ കഴിഞ്ഞ അസ്ഹാബ് സുഫയുണ്ട്. സ്വന്തമായി വീടില്ലാത്ത, സുഖസൗകര്യങ്ങളില്ലാത്ത, ദുനിയാവിൻ്റേതായി ഒന്നും തന്നെ ഇല്ലാത്ത സഹാബികൾ. അതിൽ 70ഓളം വരുന്ന സ്വഹാബാക്കൾ. അതിൽ അധിക സ്വഹാബികൾക്കും ഇസാറു മാത്രമാണ് ദുനിയാവിൽ അവരുടെ സമ്പാദ്യം. എന്ന് പറഞ്ഞാൽ അന്ന് 2 രൂപമാണ് വസ്ത്രം. ഒന്ന് കമീസ്, നീളത്തിലുള്ളൊരു വസ്ത്രം. മറ്റൊന്ന് ഉംറക്കൊക്കെ ധരിക്കുന്നത് പോലെ ഒരു മുണ്ട്, അതിനെയാണ് ഇസാർ എന്ന് പറയുക. ചുമലിൽ പുതക്കുന്ന തുണിക്കാണ് റിദ എന്ന് പറയുക. ഒരു 2 തുണി പോലും ദുനിയാവിൽ അവർക്കില്ല, ഒരു റിദാ പോലും അവർക്കില്ല. 70ഓളം വരുന്ന റസൂലുള്ളാഹിയുടെ സ്വഹാബാക്കളുടെ അവരുടെ ദുനിയാവിലെ സമ്പാദ്യം എന്നുള്ളത് ഒരു ഇസാറാണ്. അതിശക്തമായ തണുപ്പത്ത് പുതക്കാൻ ഒരു പുതപ്പില്ലാതെ, വിശപ്പിന് ഭക്ഷണമില്ലാതെ, തലചായ്ക്കാൻ ഒരു വീടില്ലാതെ റസൂലുള്ളാഹിയുടെ പള്ളിയിൽ അസ്ഹാബ് സുഫ കഴിച്ചുകൂട്ടി. അവരുടെ ഇബാദത്തുകൾക്ക് അവരുടെ ദുനിയാവ് തടസ്സമായിട്ടില്ല. ഒരു സുബഹി ജമാഅത്തും അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു സുന്നത്തു നോമ്പും ഒരു സുന്നത്ത് നമസ്കാരങ്ങളും അവരുപേക്ഷിച്ചിട്ടില്ല. ദുനിയാവ് ലഭിക്കാത്തതിൻ്റെ പേരിൽ ദീനിൽ നിന്ന് അവർ പിറകോട്ട് പോയിട്ടില്ല. സഹോദര, പ്രിയമുള്ള മുസ്ലിം സഹോദരി, നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ടത്, നമ്മൾ എത്രത്തോളം ആഖിറത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പരിശുദ്ധ റമളാനിൽ പോലും, ഒരു റമളാൻ നമ്മുടെ കൺമുന്നിൽ വന്നു നിൽക്കുന്ന സമയത്തു പോലും ആ റമളാനിനെ ആഖിറത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ എന്താണ് നമ്മുടെ മുന്നിലുള്ള പദ്ധതി? ആ റമളാനിനു വേണ്ടി എത്രത്തോളം സമയം നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്? മുൻഗാമികൾ എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, കുല്ലുനാ ഖദ് ഐഖനൽ മൗത്ത്, എല്ലാവർക്കും മരിക്കുമെന്നുറപ്പാണ്. മരിക്കുമെന്നുറപ്പാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, തീൻമേശയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് കുടുംബസമേതം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു വീടുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ? കുടുംബവുമായി കളിചിരികൾ പറഞ്ഞിരിക്കുന്നതിനിടയിൽ മരണത്തിന് ഉത്തരം നൽകിയ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ? വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞവരെ നമ്മൾ കണ്ടിട്ടില്ലേ? പെട്ടെന്നുള്ള മരണങ്ങൾ. കുല്ലുനാ ഖദ് ഐഖനൽ മൗത്ത്, മരിക്കുമെന്നുറപ്പാണ്. ഒരുപക്ഷെ നമസ്കാരത്തിലായിരിക്കാം, ഒരുപക്ഷെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, കുടുംബവുമായി ഒന്നിച്ചിരിക്കുമ്പോഴായിരിക്കാം, ഏതെങ്കിലും ഒരു ആശുപത്രി വാർഡിൽ കിടന്നുകൊണ്ടായിരിക്കാം. വമാ നറാ ലഹു മുസ്തഇദ്ദൻ, എന്നാൽ ആ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരുത്തനെയും കാണുന്നില്ലല്ലോ. ഉറപ്പുള്ള മരണത്തെ, യഖീനായ മരണത്തെ എത്രയോ സൂചനകൾ നമ്മൾ കണ്ടു. മയ്യത്ത് കൊണ്ടുപോകുമ്പോഴാണ് ഒരാൾ ഉമർ റളിയല്ലാഹു തആലയോട് ചോദിക്കുന്നത്, ഉമറേ, ആരുടെ മരണമാണത്? അൻത, അത് നിന്റെ മരണമാണ്, അത് നിന്റെ മയ്യത്താണ്. ഒരു മരണം കേൾക്കുമ്പോൾ റബ്ബേ എനിക്കും മരിക്കാനുണ്ടല്ലോ എന്നാണ് ആലോചിക്കേണ്ടത്. ആ ഉറപ്പായ മരണത്തിനു വേണ്ടി വമാ നറാ ലഹു മുസ്തഇദ്ദൻ, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരാളെയും കാണുന്നില്ലല്ലോ.
വകുല്ലുനാ ഖദ് ഐഖന ബിൽ ജന്ന, സ്വർഗമുണ്ട് എന്ന് മനുഷ്യർക്ക് ഉറപ്പാണ്. ഈ ദുനിയാവും ആഖിറവും വെച്ചു നോക്കിയാൽ ആ സ്വർഗത്തിന് തുല്യമല്ല ദുനിയാവ്. സ്വർഗമാണ് ബാക്കിയാകുന്നത്. അവിടെയാണ് എനിക്ക് നിത്യവാസിയായി കഴിയേണ്ടത്. അവിടെ ഒരു ചാട്ടവാറ് ചാരിവെക്കാനുള്ള ഇടമെങ്കിലും നേടലാണ് എന്റെ ലക്ഷ്യം. മനുഷ്യർക്കറിയാം, വമാ നറാ ലഹാ ആമിലൻ, ആ സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കുന്ന ആരെയും കാണുന്നില്ലല്ലോ. വകുല്ലുനാ ഖദ് ഐഖന ബിന്നാർ, നരകമുണ്ടെന്നുറപ്പാണ്. ദുനിയാവിലെ തീയിനേക്കാൾ ശക്തമായ കറുകറുത്ത നരകം, അത് നമ്മുടെ ഉറച്ച വിശ്വാസമാണ്. വമാ നറാ ലഹാ ഖായിഫൻ, ആ നരകത്തെ പേടിക്കുന്നവരെ കാണുന്നില്ലല്ലോ. ഇപ്പോഴും ഹറാമുകളിലാണ്, ഇപ്പോഴും തോന്നിവാസങ്ങളിലാണ്. ഒഴിവു സമയങ്ങൾ ഹറാമിലേക്ക് ഇപ്പോഴും മാറ്റിവെക്കുകയാണ്. നരകത്തെക്കുറിച്ചുള്ള പേടി മനുഷ്യർക്ക് കാണുന്നില്ലല്ലോ. ഫഅലാ മാ തർജൂൻ വമാ അസൈതുൻ തൻളുറൂൻ, നിങ്ങൾ എന്താണ് ഇനി പ്രതീക്ഷിക്കുന്നത്? എന്താണ് മനുഷ്യരെ നിങ്ങൾ കാത്തിരിക്കുന്നത്? നിങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് അൽ മൗത്ത്, മരണമാണ്. നമ്മൾ കരുതിയിട്ടുള്ളത് അവസാനമാണ് മരണമെന്നാണ്. ജീവിതത്തിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടാനുള്ളതാണ് മരണമെന്നാണ് നമ്മൾ കരുതുന്നത്. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം എടുത്താൽ നമ്മളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതാണ് മരണം. മരണത്തിന് ശേഷം ബർസഖിൽ എത്ര കാലമാണ് നമുക്കുള്ളത്? മഹ്ശറിൽ എത്ര കാലമാണ് നമ്മൾ കാത്തിരിക്കുന്നത്? ആ മഹ്ശറും ആ ബർസഖും വെച്ചു നോക്കിയാൽ ജീവിതത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതാണ് നമ്മുടെ മരണം. സഹോദര, ഇത് നാം ചിന്തിക്കണം. ഈ ചിന്ത, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ പ്രതിഫലം ലഭിക്കുന്ന അമലാണ്. നമ്മൾ സ്വതക്ക ചെയ്യുന്നുണ്ടല്ലോ കൂലി ലഭിക്കാൻ, നിസ്കരിക്കുന്നുണ്ടല്ലോ പ്രതിഫലം ലഭിക്കാൻ. അതുപോലെ പ്രതിഫലം ലഭിക്കുന്ന അമലാണ് മരണത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുക, മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഒരുപക്ഷെ ഈ ഒരു റമളാൻ എൻ്റെ അവസാനത്തെ റമളാനായിരുന്നെങ്കിൽ എന്നൊന്ന് ആഗ്രഹിക്കുക, ഒന്ന് ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. മഹാനായ ഇബ്നു ഉമർ, ആരാണ് ഇബ്നു ഉമർ? മുത്തബിഉസ് സുന്ന. നടന്നു പോകുമ്പോൾ ഒരു കല്ലിലിരിക്കും. സ്വഹാബത്ത് ചോദിക്കും, ഇബ്നു ഉമർ എന്തേ ഒരു ഇരുത്തം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കല്ലിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു, അതിനാണ് ഇരുന്നത്. റസൂലുള്ളാഹിയെ പോലെ ജീവിതം ക്രമീകരിച്ച ഇബ്നു ഉമർ മരണത്തെക്കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷിയെപ്പോലെ വിറച്ചുകൊണ്ടിരിക്കും. വെള്ളത്തിൽ വീണൊരു പക്ഷി അതിങ്ങനെ വിറക്കുന്നത് പോലെ ഇബ്നു ഉമർ പേടിച്ചു വിറക്കാൻ തുടങ്ങും. രാത്രികളിൽ പണ്ഡിതന്മാരെ, അറിവുള്ളവരെ വിളിച്ചുകൂട്ടും. ഫയതദാക്കറൂനൽ മൗത്ത്, മരണവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇങ്ങനെ വായിക്കും, മരണവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യും. വൽ ഖിയാമ, ഖിയാമത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള. എന്നിട്ടോ സുമ്മ യബ്കൂൻ, കരയാൻ തുടങ്ങും. ആയത്തുകൾ കണ്ണു നനയ്ക്കും, ഹദീസുകൾ കണ്ണു നനയ്ക്കും. പൊട്ടി ഇബ്നു ഉമർ കരയും. ഹത്താ കഅന്ന ബൈന ഐദീഹിം ജനാസ, പ്രിയപ്പെട്ടൊരു മനുഷ്യന്റെ ജനാസയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ മരണത്തിന്റെ ആയത്തുകളുടെ മുന്നിൽ ഇബ്നു ഉമർ കരയും, മരണത്തിന്റെ ഹദീസുകളുടെ മുന്നിൽ ഇബ്നു ഉമർ കരയും. സഹോദര, അങ്ങനെ ഒന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ മരണം നമ്മുടെ ചർച്ചയാകണം. നമ്മൾ ഓടുന്ന ഈ ദുനിയാവുണ്ടല്ലോ, ആ ദുനിയാവ് ഒന്നും നമുക്ക് നൽകില്ല. സമ്പത്തുണ്ടായിട്ട് എന്താണ്? മരണത്തിന്റെ സമയത്തൊരാശ്വാസം. സമ്പത്തുണ്ടെങ്കിൽ ഒരല്പം സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിൽ നമ്മൾ മരിക്കും. കുറച്ച് സൗകര്യങ്ങൾക്ക് നടുവിൽ നമ്മൾ മരിക്കും. അല്ല എങ്കിലോ ഫലസ്തീനിലെ നമ്മുടെ സഹോദരന്മാരെ കണ്ടിട്ടില്ലേ? തെരുവുകളിൽ, പൊളിഞ്ഞ കൂരകളിൽ. നമ്മളൊരു പക്ഷേ ഒരല്പം കൂടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾക്കിടയിൽ അങ്ങനെ നമ്മൾ മരിക്കും. ഡോക്ടർ വന്നിട്ട് ചോദിക്കും, വെന്റിലേറ്റർ എന്നാൽ ഊരല്ലേ, 2 ദിവസം നോക്കിയില്ലേ? മക്കളോട് ഇങ്ങനെ ചർച്ച ചെയ്യും. ആ വെന്റിലേറ്റർ ഊരുന്ന സമയത്ത്, ആ സമയത്ത് എന്റെയും നിങ്ങളുടെയും ഒരു പിടച്ചിലുണ്ടല്ലോ, അവസാനമായിട്ടുള്ള നമ്മുടെ ആ പിടച്ചിലുണ്ടല്ലോ.
നമ്മുടെ കണങ്കാലുകൾ കൂട്ടിയടിക്കുന്ന ആ നിമിഷങ്ങളുണ്ടല്ലോ, അതൊന്ന് നമ്മൾ കാണണം, നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു സമ്പത്തും ആ സമയത്ത് നമ്മുടെ കൂട്ടിന് ഉണ്ടാവുകയില്ല. ചില ആളുകൾ പറയും നല്ല മരണം, എല്ലാ കുടുംബക്കാരുണ്ട്, മക്കളുണ്ട്. ചെറിയ മകൻ വെള്ളം കൊടുത്തിട്ടാണ് ഉപ്പ മരിച്ചത്, നല്ലൊരു മരണം. എന്താണ് പ്രിയമുള്ളവരെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നമ്മുടെ മരണത്തിന്റെ സമയത്ത് സാക്ഷ്യം വഹിച്ചാൽ ആ മനുഷ്യരെന്ത് ലഭിക്കുന്നു? വഖീല മൻ റാഖ്, എന്തെങ്കിലും ഒരു ആശ്വാസം, എന്തെങ്കിലും ഒരു സമാധാനം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നമ്മുടെ മരണത്തിന്റെ സമയത്ത് സാക്ഷ്യം വഹിച്ചാലും നമുക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് നമ്മളൊന്ന് ഒരുങ്ങണം. ദുനിയാവല്ല നമ്മുടെ വിഷയം, നമ്മുടെ വിഷയം ആഖിറമാണ്, നമ്മുടെ വിഷയം പരലോകമാണ്. ആ പരലോകത്തിന് വേണ്ടി ഈ പരിശുദ്ധ റമദാൻ ഒരുപക്ഷേ എന്റെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാകാം. ഇനിയൊരു അവസരം റബ്ബെനിക്ക് നൽകിക്കൊള്ളണമെന്നില്ല എന്ന പേടിയോടുകൂടെ ഈ റമദാനിലേക്ക് നന്മകളിൽ മത്സരിക്കാൻ ഈ റമദാനിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാകണം. മഹാനായ ഇബ്നുൽ ജൗസി അദ്ദേഹം പറഞ്ഞു, വഇയ്യാക വത്തസ്വീഫ്, നാളേക്ക് നീക്കിവെക്കുന്നത് നീ സൂക്ഷിക്കണേ. അത്തസ്വീഫു മിൻ ജുനൂദി ഇബ്ലീസ്, അത് ഇബ്ലീസിന്റെ സൈന്യമാണ്, ഇബ്ലീസിന്റെ പണിയാണ്. നാളേക്ക് അങ്ങനെ നീക്കിവെക്കും. റമദാൻ 1 മുതൽ ഖുർആൻ ഓതി തുടങ്ങാം. ചിലപ്പോൾ നല്ല രൂപത്തിലാണ് ഇബ്ലീസ് പറയുക, നമുക്ക് തോന്നും നല്ലതാണ് എന്ന്. ഇതാ റമദാൻ ആയിട്ടില്ലല്ലോ, അപ്പൊ റമദാൻ 1 മുതൽ ഓതി തുടങ്ങിയാൽ ആ ക്രമത്തിൽ ഇങ്ങനെ ഓതാം. ഇപ്പൊ സ്വരക്ക കൊടുത്താൽ കുറച്ചല്ലേ ഗടിയുള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ് ബിസിനസ് ഒക്കെ ഒന്ന് റെഡിയായാൽ കൂടുതൽ കൊടുക്കാം, അപ്പൊ കൊടുത്താൽ മതി. ഇപ്പൊ കട സാമ്പത്തികമായിട്ട് കുറച്ചൊരു പ്രയാസത്തിലാണ്, അതൊക്കെ ഒന്ന് റെഡിയായാൽ, സാമ്പത്തികമായ ഒരു ഭദ്രത വന്നു കഴിഞ്ഞാൽ പിന്നെ സജീവാകണം, പിന്നെ ദീനി രംഗത്തുണ്ടാകണം. ഇത് ഇബ്ലീസിന്റെ പണിയാണ്. ദാരിദ്ര്യം മാറിയിട്ട്, എന്റെ തിരക്കുകൾ മാറിയിട്ട്, എന്റെ മറ്റെല്ലാ പ്രയാസങ്ങളും മാറിയിട്ട് എന്നിട്ട് ദീനിന് ഞാൻ സമയം നൽകും എന്ന് നമ്മളോട് പറയുന്നത്, നമ്മോട് മന്ത്രിക്കുന്നത് ഇബ്ലീസാണ്. എന്നിട്ട് കച്ചവടത്തിലെ ലാഭം കിട്ടിയിട്ട് ദാവാരംഗത്തേക്ക് ഇറങ്ങി എത്ര ആളുകളുണ്ട്? ഒരു കച്ചവടം, ഒരു കട അത് മെച്ചത്തിലായാൽ അടുത്തത് തേടിപ്പോകും. അത് കഴിഞ്ഞാൽ അടുത്തത് എവിടെ ലാഭമുള്ളതെന്ന് നോക്കും. ദീനീ പ്രവർത്തനത്തിന് കിട്ടൂല. അതുകൊണ്ട് സഹോദര, കഴിയുന്ന രൂപത്തിൽ ദീനിനു വേണ്ടി ഈ പരിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. മദീനയിലെ ഏറ്റവും ദരിദ്രരുടെ പേരെഴുതിയാൽ അതിൽ റസൂലുള്ളാഹി ഉണ്ട്. മദീനയിലെ ഏറ്റവും ദരിദ്രരുടെ പേരെഴുതിയാൽ, മദീനയിലെ ഏറ്റവും പട്ടിണിപ്പാവങ്ങളുടെ പേരെഴുതിയാൽ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. എന്താ നമ്മുടെ ഉമ്മ പറഞ്ഞത്? വീടിന്റെ മുകളിലൂടെ ഹിലാലുകൾ മാറി മറിഞ്ഞു, വെള്ളവും ഈത്തപ്പഴവുമല്ലാതെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടില്ല. മരിക്കുന്ന സമയത്ത് പോലും പടയെങ്കി പണയത്തിലാണ് ഭക്ഷണത്തിനു വേണ്ടി. മദീനയിലെ റമദാനിലെ ഏറ്റവും അധികം ദാനധർമ്മം ചെയ്തവരുടെ പേരെഴുതിയാൽ അതിലും റസൂലുള്ളാഹി ഉണ്ട്. ഇതെങ്ങനെ സാധിച്ചു? മദീനയിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ, മദീനയിലെ ഏറ്റവും അധികം പ്രയാസം അനുഭവിച്ച, വിശപ്പ് സഹിച്ച റസൂലുള്ളാഹി മദീനയിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായതെങ്ങനെ? റമദാനിൽ ഏറ്റവും അധികം ദാനം ചെയ്തതെങ്ങനെ? മാറ്റിവെച്ചു. റമദാന്റെ മഹത്വം തിരിച്ചറിഞ്ഞു. നമ്മൾ വിശപ്പ് സഹിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞു പോകുന്നവരാണെങ്കിലും പ്രിയമുള്ളവരെ, റമദാനിൽ ഒരു സ്വതക്ക നമ്മൾ മാറ്റിവെക്കണം. മറ്റുള്ളവരുടെ വിഹിതം കൊണ്ട് കഴിയുന്നവരാണെങ്കിലും റമദാനിൽ സ്വതക്കക്ക് വേണ്ടി, ദാനധർമ്മത്തിനു വേണ്ടി ഒരു വിഹിതം നമ്മൾ മാറ്റിവെക്കണം. അതിസമ്പന്നരായിട്ട് സ്വതക്ക ചെയ്യാൻ കാത്തിരിക്കേണ്ടതില്ല. ഒരുപക്ഷേ ഇതെന്റെ അവസാനത്തെ റമദാനാകാം, ഇനിയൊരു റമദാന് കൂടെ കണ്ടുമുട്ടാൻ അവസരം ലഭിച്ചുകൊള്ളണമെന്നില്ല എന്ന പേടിയോടുകൂടെ ഈ റമദാൻ നമുക്കനുകൂലമായി അള്ളാഹുവിന്റെ കോടതിയിൽ സാക്ഷി പറയുന്ന അവസ്ഥകൾ ഉണ്ടാകണം. അതിനുവേണ്ടി സമയം ക്രമീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സഹായിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഉഹദ് യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ശത്രുക്കൾ അവർ മക്കയിലേക്ക് മടങ്ങിയിട്ടുള്ളത് കുതിരപ്പുറത്താണോ അതല്ല ഒട്ടകപ്പുറത്താണോ? സ്വഹാബത്ത് ചെന്നു, കണ്ടു, നബിയെ ഒട്ടകപ്പുറത്താണ് അവരുടെ യാത്ര. ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം, കുതിരപ്പുറത്താണെങ്കിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, വീണ്ടും അക്രമത്തിന് സാധ്യതയുണ്ട്. ഒട്ടകപ്പുറത്താണ് എങ്കിൽ മക്കയിലേക്ക് തന്നെയാണ്, ഇനി തിരിച്ചു വരാനുള്ള സാധ്യതയില്ല. ഇത് റസൂലുള്ളാഹിയോട് സ്വഹാബത്ത് അറിയിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും സഅദ് ബിൻ റബീഅയെ കണ്ടോ? സഅദ് ബിൻ റബീഅയെ ആരെങ്കിലും ഉഹുദിന്റെ രണഭൂമിയിൽ കണ്ടിട്ടുണ്ടോ? സഅദിനെ കണ്ടാൽ എൻ്റെ സലാം അറിയിക്കണം. ഞാനിതാ സഅദിനോട് സലാം പറഞ്ഞിരിക്കുന്നു, അതൊന്ന് അറിയിക്കണം. ഒരു അൻസാരി കൈപൊക്കി, അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ അറിയിക്കാം, ഞാൻ പറയാം. അദ്ദേഹം ഇങ്ങനെ നടന്നു ഉഹുദിന്റെ മണ്ണിൽ, മരണപ്പെട്ട ശുഹദാക്കൾക്കിടയിലൂടെ. അപ്പോഴാണ് കാണുന്നത് സഅദ് ബിൻ റബീഅ മരണവെപ്രാളത്തിലാണ്, പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിശക്തമായ വേദന അനുഭവിക്കുകയാണ്. അൻസാരി അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് സലാം അറിയിച്ചിട്ടുണ്ട്. ആ കണ്ണ് നനഞ്ഞു. ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന റസൂലുള്ളാഹിയുടെ സലാം. ഇനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയില്ല. വൈകാരികമായ ഒരു നിമിഷമാണ്. വന്ന അൻസാരിയോട്, ജസാക്കുമുല്ലാഹു ഖൈർ, അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ, എൻ്റെ റസൂലുള്ളാഹിയുടെ സലാം നിങ്ങൾ എനിക്ക് അറിയിച്ചില്ലേ? എന്നിട്ട് സഅദ് ബിൻ റബീഅ നൽകുന്ന ഒരു വസിയത്തുണ്ട്. ഇന്ന സഅദൻ യഖൂലു ലക്കും, സഅദിദാ നിങ്ങളോട് പറയുന്നു, അൻസാരികളെ നിങ്ങൾ അറിയണേ, ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് സഅദിന് നിങ്ങൾക്ക് നൽകാനുള്ള വസിയത്ത്, ലാ ഉദ്റ ലക്കും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അരികിൽ കൂട്ടരെ നിങ്ങൾക്കൊരു ഉദ്റുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവസാനത്തെ നിങ്ങളുടെ ശ്വാസം വരെ സംരക്ഷിക്കാതെ, നിങ്ങളുടെ ജീവന്റെ അവസാനത്തെ തുടിപ്പ് വരെ റസൂലുള്ളാഹിയെ സംരക്ഷിക്കാതെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഒരു ഉദ്റു പറയാൻ കഴിയില്ല. അത് സ്വഹാബത്ത് ചെയ്തു, ജീവിതം കൊണ്ട് അവർ കാണിച്ചു തന്നു. അതേ റസൂലുള്ളാഹിയെ ഇന്ന് തെറി പറയുന്നു, അതേ റസൂലുള്ളാഹിയെ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു തൗഹീദിലേക്കാണോ വിളിച്ചത്, ആ തൗഹീദിൽ നിന്ന് ജനങ്ങളെ ശിർക്കിലേക്ക് വിളിക്കുന്നു. ആ പ്രവാചകന്റെ സുന്നത്ത് ജനങ്ങൾ വിസ്മരിച്ച് ബിദ്അത്തിലേക്ക് പോകുന്നു. ഇവിടെ എനിക്കും നിങ്ങൾക്കും ഒരു ബാധ്യതയില്ലേ? ശിർക്ക് വളരുമ്പോൾ, സുന്നത്തിൽ നിന്ന് ജനങ്ങൾ അകലുമ്പോൾ, ബിദ്അത്ത് വ്യാപിക്കുമ്പോൾ, ശക്തമായ പ്രവാചക വിദ്വേഷവും വൈരാഗ്യവും സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ അരികിൽ എന്ത് ഉദ്റു പറയും? പ്രിയമുള്ളവരെ, കഴിയുന്ന രൂപത്തിൽ ദഅവാ പ്രവർത്തനങ്ങളിൽ, അത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നമ്മൾ ചേർന്ന് നിൽക്കണം. എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ടല്ല ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ. ഒരു ഓരത്തു നിന്ന് നോക്കിക്കാണുന്നവരല്ല. ഇത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവോടുകൂടെ നന്മകളിൽ മത്സരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.